നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫോണിലെ ഒരു പ്രൈവസി സെറ്റിങ്സിനെ കുറിച്ചാണ്. ഈ സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മളുടെ ഫോണിലെ കോണ്ടാക്ട്സും അതേപോലെ തന്നെ പേഴ്സണൽ ഡാറ്റാസും എല്ലാം മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രവുമല്ല, ഈ സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസും മെസ്സേജസും എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസും അതുപോലെ തന്നെ ഫോട്ടോസും ലീക്കായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മസ്റ്റായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന ഈ സെറ്റിങ്സ് നമ്മളുടെ ഫോണിൽ എനേബിൾ ആണോ ഡിസേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസും ഫോട്ടോസും മെസ്സേജസും കൈമാറ്റം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായി നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ പോയി സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ആക്സസ് എന്ന ഭാഗം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാനായിട്ട് സാധിക്കും സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നുള്ള ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ കാണുന്ന സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്ന ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഡിവൈസസ് ആൻഡ് ആപ്പ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും വന്നിട്ടുണ്ട്. നമ്മൾ പെർമിഷൻ അലൗഡ് ചെയ്തതും നോട്ട് അലൗഡ് ചെയ്തതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ട്രൂ കോളർ എന്ന ഭാഗം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ ഇത് ഡിസേബിൾ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഫോട്ടോസും നോട്ടിഫിക്കേഷൻസും നമുക്ക് വരുന്ന ഫോട്ടോസും മെസ്സേജസും നമ്മളിതിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് എനേബിൾ ചെയ്താലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാനിവിടെ ജസ്റ്റ് ഇത് എനേബിൾ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം റീഡ് യുവർ നോട്ടിഫിക്കേഷൻസ്. It can read your notifications including personal information such as contacts, messages and photos. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും നമുക്ക് സംശയമുള്ളതുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ പെർമിഷൻ അലൗ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മൾ പോയി നമ്മുടെ ഫോണിലേക്ക് പോയതിന് ശേഷം പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം നമുക്കിവിടെ അലൗ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയതിന് ശേഷം അടുത്ത സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ താഴെ കാണാം യൂസേജ് ആൻഡ് ആക്സസ് എന്നൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലേതാണ് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ യൂസേജ് ആക്സസ് അലൗഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഞാനിവിടെ ജസ്റ്റ് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇത് ഞാനിവിടെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഓൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും യൂസേജ് ആക്സസ് അലൗസ് ആൻ ആപ്പ് ടു ട്രാക്ക് വാട്ട് അതർ ആപ്സ് യു ആർ യൂസിങ് ആൻഡ് ഹൗ ഓഫൻ ആസ് വെൽ ആസ് യുവർ കരിയർ ലാംഗ്വേജ് സെറ്റിംഗ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെയും നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മളുടെ പേഴ്സണൽ ഡാറ്റാസും കോണ്ടാക്ട്സും മെസ്സേജസും ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും ഇവിടെയും നമ്മൾ ഇത് ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് തരാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ, താങ്ക് യു.